ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ SIT ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കുക. നമുക്കൊപ്പം നവീൻ ബാബുവിന്റെ ബന്ധുവും ഒപ്പം അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അനിൽ പി നായർ തത്സമയം ചേരുകയാണ്. അഡ്വക്കേറ്റ് അനിൽ പി നായർ, കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. പക്ഷേ ഇതുവരെ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരേ ഒരു പ്രതി മാത്രം ഗൂഢാലോചനയിൽ അന്വേഷണം നടന്നിട്ടുമില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മുന്നോട്ട് വെച്ച സംശയങ്ങളൊക്കെ അത് സാധൂകരിക്കുന്നതല്ലേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇതിന് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചില മേഖലകളിലേക്ക് ഒട്ടും തന്നെ കടന്നു പോകാത്ത ഒരു അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. അതിൽ ശക്തമായൊരു ഗൂഢാലോചനയുണ്ട്, ഒന്നിലധികം ആൾക്കാർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ ആർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ആ ഭാഗത്തേക്ക് എന്തുകൊണ്ടോ അന്വേഷണം പോയിട്ടില്ല, എന്തുകൊണ്ടോ പോകരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയാണ് ഈ കേസിലെ അന്വേഷണം നടന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടല്ല ഈ നിമിഷത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിലെ കണ്ടീഷനുകൾ പാലിച്ചുകൊണ്ടല്ല എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അതായത് കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ, കുടുംബം മൊഴി നൽകുമ്പോൾ മഞ്ജുഷയടക്കം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതിലെല്ലാം SIT അന്വേഷണം നടത്തും എന്നതായിരുന്നല്ലോ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ പരാതികളും പരിശോധിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ആ ദിവസം അല്ലെങ്കിൽ അതിന് മുൻപുള്ള ദിവസങ്ങളിൽ നടന്ന ഗൂഢാലോചനയാണ്. 6-ാം തീയതി കൈക്കൂലി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളാണ്. 10-ാം തീയതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതി 15-ാം തീയതി മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. ഇതെല്ലാം വരുന്നത് തിരുവനന്തപുരത്തെ ഒരേ സോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഉള്ള ബന്ധം അത് അന്വേഷിക്കാതെ എങ്ങനെയാണ് ഈ അന്വേഷണം പൂർണ്ണമാക്കാനാവുക SITക്ക്? അതുകൊണ്ടാണ് ഇതൊരു തട്ടിക്കൂട്ട അന്വേഷണമാണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി വരും. കാരണം ഇതിനകത്ത് നടന്ന ഗൂഢാലോചന, ഇതിലൊക്കെ ആരൊക്കെ പങ്കുചേർന്നിട്ടുണ്ട്, ഈ പ്രസംഗത്തിന്റെ പ്രിപ്പറേഷൻ മുതൽ പ്രസംഗത്തിന് ശേഷമുള്ള തെളിവ് നശിപ്പിക്കൽ വരെ ഉള്ള സങ്കീർണമായ അന്വേഷണം കടന്നു ചെല്ലേണ്ട ഭാഗങ്ങളിലേക്ക് ഈ അന്വേഷണം ഒരു കാലഘട്ടത്തിലും ഒരു സമയത്ത് കടന്നു പോയിട്ടില്ല. ഈ കണ്ടെടുത്ത ടെലിഫോണുകളോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ പ്രിന്റുകളോ ഒന്നും ശരിയായ രീതിയിലുള്ള പരിശോധന നടത്താതെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എങ്കിൽ ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ട് വരികയില്ല. ഈ കുറ്റപത്രത്തിൽ ഇത് ഒരാളിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമം വളരെ നേരത്തെ തന്നെ ബോധ്യമായ ഒന്നാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്താണ് ഒരു വ്യക്തിയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഈ അന്വേഷണം പോയി നിൽക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽ പി നായർ, താങ്കൾക്കറിയാമല്ലോ, ഞാൻ അന്ന് ആ വീട്ടിൽ മഞ്ജുഷയെ വന്ന് കാണുമ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് തങ്ങളുടെ അടുത്തേക്ക് ഈ മൊഴിയെടുക്കുന്നതിന് വരുന്നതിലുള്ള കാലതാമസം, തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിന്മേലുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ നിരുത്തരവാദപരമായ സമീപനം, അങ്ങനെ പല കാര്യങ്ങളിൽ ആദ്യം മുതൽ തന്നെ അവർക്ക് സ്വന്തം ഭർത്താവിന്റെ മരണമുണ്ടാക്കിയ ആ വേദനയിൽ നിന്നുകൊണ്ടും അവരൊരു പോരാട്ടത്തിന് തുനിഞ്ഞിറങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം ഇത്രയുമെങ്കിലും നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അപ്പോഴും CBI വേണ്ട എന്ന് പറയുന്ന സർക്കാർ കൃത്യമായി ആ കുടുംബത്തിന്റെ, നവീൻ ബാബുവിന്റെ ഭാര്യയുടെ വേദന കൂടി മനസ്സിലാക്കിക്കൊണ്ട്, ഒരു സ്ത്രീപക്ഷ സർക്കാരല്ലേ, ആ വേദന മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കൂ, കുറ്റക്കാർ കുടുങ്ങട്ടെ എന്ന ഒരു ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയുള്ള ഒരു നിലപാട് എടുക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ഉൾപ്പെട്ടിരിക്കുന്ന ഗൂഢാലോചനയടക്കം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമാണോ അഡ്വക്കേറ്റ് അനിൽ പി നായർ? അല്ല, നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെയാണ് കുടുംബവും പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. ഈ മടിയിൽ കനമുള്ളവർ വഴിയിൽ ഭയന്നാൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു നിഷ്പക്ഷമായ അന്വേഷണം മറ്റൊരു ഏജൻസി നടത്തുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം ഒരു കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് സമയത്തായാലും ഈ CBI കൂട്ടിലടച്ച തത്തിയാണെങ്കിൽ കേരള പോലീസിനെ മറ്റൊന്ന് വിശേഷണം വിളിക്കപ്പെടുക, ഈ കൂട്ടിലേക്ക് അവർ അടയ്ക്കപ്പെടാവുന്നതല്ലേ? അപ്പോൾ കുറച്ചുകൂടെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം, രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാത്ത ഒരു അന്വേഷണം നടന്നു എന്ന് ആ മരിച്ച വ്യക്തിയുടെ ഇരയുടെ ബന്ധുക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഭരണത്തിലുള്ളവർക്കുണ്ട്. അതാണ് ആ ഭരണത്തിലുള്ളവരുടെ ഉദ്ദേശശുദ്ധിയാണ് ഈ CBI അന്വേഷണം നിരസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിലൂടെ സംശയിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ നടക്കുന്നതുകൊണ്ട് ആർക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാനുള്ളത്? SITയുടെ കുറ്റപത്രം വരട്ടെ എന്നല്ലേ കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ അന്വേഷണം പോയിട്ടില്ലാത്ത ഗ്രേ ഏരിയാസ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതല്ലേ ഉള്ളൂ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അതിലേക്ക് കടന്നുകൂടെ അങ്ങനെയാണെങ്കിൽ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നിയമപരമായി കുറച്ചുകൂടെ സങ്കീർണതയിലേക്കാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ ചെന്നെത്തി നിൽക്കുക. കാരണം ഇതിനകത്ത് അന്വേഷിക്കപ്പെടേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലയിലേക്ക് അന്വേഷണം നടന്നു പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ട ചില മൊബൈൽ ഫോണുകളുണ്ട്. ഈ കേസുമായിട്ട് ഇൻവോൾവ് നിരവധി വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ പങ്ക് എന്തായിരുന്നു, അവരെന്നൊക്കെ എവിടെ വെച്ചൊക്കെ ആരുമായിട്ട് കോൺടാക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് തെളിവിലൂടെ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ.
അത് സൈബർ ഫോറൻസിക് ലാബിനെ ഒരു മൊബൈൽ ഫോൺ പോലും സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തില് ഓക്കേ, നമുക്ക് എന്തായാലും ഈ ശാസ്ത്രീയമായ അന്വേഷണം ഒന്നും നടക്കാതെ കുറ്റപത്രത്തിന്റെ ഒരു ഉള്ളടക്കം വ്യക്തിയിലേക്ക് കൂടി മാത്രം പരിശോധിച്ച കേസ് ശേഷം നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്താം. എന്തൊക്കെയാണ് എവിഡൻസ് ആക്ട് അനുസരിച്ച് എന്തൊക്കെയാണ് അവർ പരിശോധിച്ചിരിക്കുന്നത് എന്നതടക്കം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു. 1 മണിക്കാണ് സമർപ്പിക്കുക. നമുക്ക് എന്തായാലും ഈ വിഷയം പൊതുസമൂഹം ഏറ്റെടുത്തതാണ്. അഡ്വക്കേറ്റ് അനിൽ പി നായർ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. നമുക്ക് ഈ കാര്യത്തിൽ കുറ്റപത്രം വരുന്നതുവരെ കാത്തിരിക്കാം. 1 മണിക്കാണ് കുറ്റപത്രം സമർപ്പിക്കുക. തിരിച്ചെത്താം.